മഹാഭാഗ്യവതിയായ പരിശുദ്ധ മർത്തമറിയാമ്മയുടെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടും ഉപവാസത്തോടും കൂടെ 8 ദിവസം ദൈവസന്നിധിയിൽ കഴിച്ചുകൂട്ടി അനുഗ്രഹത്തിനും അമ്മയുടെ പ്രാർത്ഥന വഴിയായി ദൈവിക വാഴ്വുകൾക്കും വേണ്ടി നമ്മുടെ ആത്മീയ മക്കളായ നിങ്ങൾ കാത്തിരിക്കുന്ന സന്ദർഭമാകുന്നു ഇത്. സർവശക്തനായ ദൈവം ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി
ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്നാ ഞാൻ പറയുന്നു, അവകാശി സർവ്വത്തിന് ഉടമസ്ഥനെങ്കിലും ബാലനായിരിക്കുന്ന കാലത്ത് ദാസന്മാരിൽ നിന്ന് ഭേദപ്പെട്ടവനല്ല. പിതാവ് നിശ്ചയിക്കുന്ന കാലം വരെ അവൻ കാര്യസ്ഥന്മാരോടുകൂടെയും ഭവനാധികാരികളോടെയും അധീനതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്രകാരം തന്നെ നമ്മളും ബാലനായിരുന്ന കാലത്ത് ലോകത്തിലെ ആദിപാഠങ്ങൾക്ക് അധീനരായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ ദൈവം സുപുത്രനെ അയക്കുകയും ആ പുത്രൻ സ്ത്രീയിൽ നിന്ന് ജനിക്കുകയും ന്യായപ്രമാണത്തിന് അധീനനായി തീരുകയും ചെയ്തു. അത് ന്യായപ്രമാണത്തിന് അധീനനായിരുന്നവരെ വിലക്ക് വാങ്ങുകയും പുത്രസേന സ്വീകരിക്കുകയും ചെയ്യപ്പെട്ടവനായിരുന്നു. ആമീനാഹായ് ബാറിക്മോ. ബാർഖ്മോർ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. Evangelion kadishod moranishum shiho Sbarso magionisomen Lukosum sabronodam sabar Hayo furkon ulolmo Sabno hokil bakhim ded moran malohan puruko dilanishum shiho Melsodahay aloho desbasar mensulto kadisto Mariam Holeindin hokarhoin നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ എവങ്കേലിയോനിൽ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു. ആ നാളുകളിൽ മറിയാം എഴുന്നേറ്റു മലനാട്ടിൽ യഹൂദയിലെ ഒരു പട്ടണത്തിലേക്ക് അവൾ താല്പര്യത്തോടെ ചെന്നു. അവൾ സ്കറിയാ പുരോഹിതന്റെ ഭവനത്തിൽ പ്രവേശിച്ചു. മറിയാം ഏലിശുവായ്ക്ക് സമാധാനം പറഞ്ഞു. മറിയാമിന്റെ സമാധാന വാക്ക് ഏലിശുവ കേട്ടപ്പോൾ ഏലിശുവായുടെ ഉദരത്തിലെ പ്രജ സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഏലിശുവായാകട്ടെ പരിശുദ്ധ റൂഹായിൽ നിറഞ്ഞു. ഇപ്രകാരം അവൾ ഉച്ചസ്വരത്തിൽ അട്ടഹസിച്ച് പറഞ്ഞു, കണ്ടാലും ഭാഗ്യവതിയായുള്ളോളെ, നിന്റെ വചനങ്ങൾ എൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ ഉദരസ്ഥമായിരുന്ന എൻ്റെ പ്രജ സന്തോഷത്തോടെ തുള്ളിയാച്ചാടിയല്ലോ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, നീ ഭാഗ്യവതിയാകുന്നു. നിന്റെ ഉദരഫലവും വാഴ്ത്തപ്പെട്ടത് തന്നെ. കണ്ടാലും
എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള മഹാഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി. നിന്റെ സമാധാന ശബ്ദം കാതുകളിൽ പതിച്ചപ്പോൾ ഉദരസ്ഥമായിരുന്ന എൻ്റെ പ്രജ വലിയ സന്തോഷത്തോടെ ആനന്ദ നൃത്തം ചെയ്തുവല്ലോ. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചോളായി നീ ഭാഗ്യവതിയാകുന്നു എന്ന് പറഞ്ഞു. ഭാഗ്യവതിയായ മറിയാം ഉത്തരമായി പ്രകാരം പറഞ്ഞു, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എൻ്റെ ആത്മാവെൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴാഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു. അതിനാൽ ഇതു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സർവശക്തനായവൻ എന്നിൽ വലിയ ദാനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ തിരുനാമം പരിശുദ്ധമാകുന്നു. അവൻ്റെ കരുണയവനെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു. അവൻ തൻ്റെ ഭുജബലത്താൽ വിജയം വരിച്ചു. തങ്ങളുടെ ഹൃദയ നിരൂപണകളിൽ അഹങ്കാരികളായിരുന്നവരെ ചിതറിച്ചു കളഞ്ഞു. ബലവാന്മാരെന്ന് വിചാരിച്ചിരുന്നവരെയും സിംഹാസനങ്ങളിൽ നിന്ന് താഴെ ഇറക്കി വിനീതന്മാരായവരെ അവൻ സിംഹാസനസ്ഥരാക്കുകയും ചെയ്തു. വിശപ്പുള്ളവരെ തൻ്റെ നന്മകളാൽ അവൻ സമ്പൂർണ്ണനാക്കി. സമ്പന്നന്മാരെ വെറും കൈയോടെ പറഞ്ഞേക്കുകയും ചെയ്തു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവൻ്റെ സന്തതിയോടും സംസാരിച്ച പ്രകാരം എന്നേക്കും അവൻ്റെ കരുണയെ ഓർത്തുകൊണ്ട് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും ചെയ്തു എന്ന് മറിയാം അരുളി ചെയ്തു. ഷൈനോ വഷ്ലോ മുൽക്കുൽ ഖൂൻ നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ സദാ എപ്പോഴും തനിക്ക് കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. അനാദ്യന്ത സ്വയംഭവന്റെ വചനമായവൻ തന്റെ പിതാവിന്റെ തിരുവിഷ്ടത്തോടെ ആദാമ്യ സന്തതികളുടെ ക്രമക്കേടുകൾക്ക് പരിഹാരമായി മനുഷ്യാവതാരത്തിന് എഴുന്നള്ളി വരികയും വെടിപ്പുള്ള കന്യമറിയാമനെ തനിക്ക് വാഹനമായി തിരഞ്ഞെടുക്കുകയും പരിശുദ്ധ റൂഹായാൽ പവിത്രീകരിക്കപ്പെട്ട അവളുടെ നിർമ്മല ഉദരത്തിൽ 9 മാസം അടങ്ങിപ്പാർക്കുകയും കാലത്തിന്റെ ദൈവങ്ങൾ വെടിപ്പോടെ കൂടെ ബേഥൽഗേം മോഫ്രത്തായിൽ അവൾ തന്നെ പ്രസവിക്കുകയും തിരുഹിത പ്രകാരമുള്ള തന്റെ തിരുവയസ്സിനെ പൂർത്തീകരിച്ചുകൊണ്ട് ഗോകുൽഥായുടെ ഉന്നതങ്ങളിലേക്ക് ആനയിക്കപ്പെടുവാൻ തക്കവണ്ണം യഹൂദന്മാർക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കുകയും അടിയും ആക്ഷേപവും നിന്നെയും പരിഹാസവും ഏറ്റുകൊണ്ട് പീലാത്തോസിന്റെ അരമനയിലേക്ക് ആനയിക്കപ്പെടുകയും സത്യസ്വരൂപനും പരിശുദ്ധനുമായ നിന്നെ തിരിച്ചറിഞ്ഞിട്ടും ആ അഹങ്കാരത്തിന്റെ പ്രഭു നിന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയും അതിഭയങ്കരമായ പീഡകളേറ്റുകൊണ്ട് ഗോകുൽഥായുടെ ഉന്നതങ്ങളിലേക്ക് കരയേറുകയും അതിൽ അർപ്പിക്കപ്പെട്ടിരുന്ന സ്ലീബായിലേക്ക് സ്വന്തം ഇഷ്ടത്തോടെ ഉപവിഷ്ടനാവുകയും തൻ്റെ തൃക്കരങ്ങളെ അതിന്റെ പക്ഷങ്ങളിൽ മേൽ വിരിക്കുകയും ഇരുമ്പാണികളാൽ തറച്ച് വധിക്കപ്പെടുകയും അവിടെ നിന്നൊഴുകപ്പെട്ട തൻ്റെ തിരുരക്തം മുഖാന്തരമായി ആദാമ്യ പാപക്കറകളെ കഴിവെടിപ്പാക്കുകയും കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനുമായി തൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി പരിശുദ്ധ സഭയ്ക്ക് ഫലമേൽപ്പിക്കുകയും തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ സമുദ്ധരിക്കുകയും തൻ്റെ സ്വർഗാരോഹണത്താൽ നഷ്ടപ്പെട്ടു പോയ അവകാശത്തിലേക്ക് ആദാമ്യ സന്തതികളെ ആനയിക്കുകയും ചെയ്തുവെന്ന് അനാദ്യന്ത സ്വയംഭൂ ഞങ്ങളുടെ മതത്തിൻ്റെ മഹാപ്രധാനാചാര്യനുമായുള്ളവേ നിനക്ക് സ്തുതി. ദൈവികമായ ഈ പരിശുദ്ധയാഗം പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും
കാലങ്ങളിലും സമയങ്ങളിലും നാഴികകളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പുലഹനയവുമോ സോദായ താനും മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിനു മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ ദേവസ്വങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്ന പിതാവിന്റെ തൃക്കരങ്ങളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. എങ്കിലോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർക്കാതെ വായിച്ചില്ലായ്മ ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ എണ്ണപ്പെടുവാൻ പാടില്ലാതെ വണ്ണം അസംഖ്യങ്ങളായിരിക്കുന്ന അടിയന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ ജനമൊക്കെയുടെയും പാപങ്ങളെ നീ മായിച്ചു കളയണമേ. ഉത്തമനായുള്ളവേ, ദയവ് തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും ദേഹികൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിന്മേൽ കരുണയും ആർദ്രതയുമാകുന്ന പരിനീരിനെ നീ നൽകണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ തന്നെ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. ഞങ്ങളുടെ സഹായത്തിന് നീ എഴുന്നള്ളി വരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും കൈക്കൊള്ളണമേ. ദൈവം തമ്പുരാനെ, സകല കഠിനശിക്ഷകളെയും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീ നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, അരിശത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരമായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും നിനക്ക് സമർപ്പിക്കുന്നു. അനാദ്യന്ത സ്വയംഭവായവൻ താനായിരിക്കെ മാതാവില്ലാതെ മഹനീയനായ തന്റെ പിതാവിൽ നിന്ന് ജാതനാവുകയും കാലത്തിന്റെ തികവിങ്കിൽ അവിവാഹിതയായ മാതാവിൽ നിന്ന് ജഡധാരണം ചെയ്യുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാടും ശ്ലീവാമരത്തിന്മേൽ സ്വന്തം മനസ്സോടെ യാഗമായി അർപ്പിക്കപ്പെടുകയും മൺമയന്മാർക്ക് തന്റെ തിരുശരീര രക്തങ്ങൾ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും ഭക്ഷണപാനീയങ്ങളായി ഭരമേൽപ്പിച്ചു തരികയും തന്റെ യാഗത്താൽ വിജാതീയരെയും സ്വജാതീയരെയും പാപപരിഹാരം നൽകി അനുഗ്രഹിക്കുകയും തന്റെ മരണം മൂലം തലമുറകൾക്കും കുടുംബങ്ങൾക്കും വംശങ്ങൾക്കും ദിവ്യരക്ഷയെ പ്രദാനം ചെയ്യുകയും ചെയ്ത കന്യകയുടെ പെണ്ണാടിൻ കുട്ടിയായ കുഞ്ഞാടാം മിശിഹാ തമ്പുരാനെ, എന്റെ നാഥ, ഈ പരിശുദ്ധ കുർബാന അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് ഞങ്ങളുടെ മേൽ സഹതാപത്തോടെ വീക്ഷിക്കണമേ. നിന്റെ തിരുസന്നിധാനത്തിങ്ങൾ തങ്ങളുടെ അപേക്ഷകളെ സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നിന്റെ മക്കളുടെ മേൽ സ്വർഗീയ ഉന്നതങ്ങളിൽ നിന്ന് അനുഗ്രഹപൂർണമായ നിന്റെ കരുണയും വലതു തൃക്കരത്തെ ബലഹീനവും പാപകരങ്ങളുമായ അടിയന്റെ കൈകൾ കൂടി ആവസിപ്പിച്ച് ഈ നിന്റെ ജനങ്ങളെ നീ ആശീർവദിക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും ഞങ്ങളുടെ നിത്യജീവിതത്തെ അലങ്കോലപ്പെടുത്തുന്ന സകല പൈശാചിക വ്യാപാരങ്ങളിൽ നിന്നും ഇരവിലും പകലിലും നിന്റെ കരുണയൊന്നിനാലെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള പരീക്ഷണങ്ങളിൽ നിന്നും വിവിധ തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും അസഹനീയമായ സകല സംഭവങ്ങളിൽ നിന്നും ഉടയവനെ, നിന്റെ ശ്ലീവായും ചിറയും കീഴിൽ ഞങ്ങൾ
പരിരക്ഷിക്കപ്പെടുമാറാകണമേ. നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിനാൽ ഞങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ നിന്ന് പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളും ദഹിച്ചു പോകുമാറാകണമേ. കാരുണ്യവാനായ തമ്പുരാനെ, നിന്റെ തിരുശരീരവും പുണ്യാഹകരമായ തിരുരക്തവും ഞങ്ങൾക്ക് ജീവന്റെ പൊളിമാവും രക്ഷയുടെ അച്ചാരവുമായി ഭവിക്കണമേ. സത്യവിശ്വാസത്തോടെ നിന്നുള്ള പ്രത്യാശയിന്മേൽ തങ്ങളുടെ ഇഹലോചിതം അവസാനിപ്പിച്ച് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരും സഹോദരീ സഹോദരങ്ങളും ഗുരുനാഥന്മാരുമായവർ നിത്യതയുടെ ഭാഗ്യരംഗങ്ങളിൽ നിന്റെ വിശുദ്ധന്മാരോട് ചേർന്ന് വസിക്കേണ്ടതിന് ഒരു മുഖാന്തരമായി കുർബാന കൈക്കൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളും അവരും നിന്റെ മഹത്വത്തിന്റെ പുനരാഗമന തിരുനാളിൽ നിന്റെ വലത്തുഭാഗത്തെ സവിശേഷമായ നിലയ്ക്ക് യോഗ്യരായി തീരുകയും അവിടെ നിന്നുകൊണ്ട് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും പരിപാലിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായി തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധ ദിവ്യമായ ചുമലത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കർണേല കർത്താവിന്റെ മുൻപാകെ നാം തലവനിക്കണം. നിന്റെ മഹാപരിശുദ്ധതയുടെ തിരുസന്നിധാനത്തിൽ
തങ്ങളെ ശിരസുകളെ നമിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ നിന്നോട് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ മേൽ സ്വർഗീയ ഉന്നതങ്ങളിൽ അനുഗ്രഹപൂർണമായ നിന്റെ കരുണയുടെ വല തൃക്കരത്തെ നീ ആവസിപ്പിച്ച് ഈ നിന്റെ ഇടവകയെ നീ ആശീർവദിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. നാഥാ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മുഖാന്തരമായി സകല അശുദ്ധ വികാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. ഇതിനാൽ ഞങ്ങളെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മശരീര വെടിപ്പും വിശുദ്ധിയും നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചുകൊണ്ട് നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ വന്ന് ഈ വന്യപിതാവിന്റെ തൃക്കരങ്ങളാൽ നമ്മുടെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സകലത്തിന്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മേൽപ്പെട്ട മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ശബഹീനാലോക് മുറിയോ മഹൂന്തമാലാഹേ കാദീശേ ലഗിയോനെ റാബൈ മാലാഹേ. മാലാഹമാരും ഋഷിമാലാഹമാരും റേസൻവാസന്മാരും സുൽത്താനന്മാരും മൊറവസന്മാരും ഹൈലന്മാരുമായി ശരീരികളും അശരീരികളുമായ സകല സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും നിരകളും അടങ്ങാത്ത വായകളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടെ ഇമ്പകരമായ കാതീഷ്കാരങ്ങളെ മുൻമത്തമായി ആലപിച്ച് നിന്റെ മഹാപ്രാഭവത്തെ കൊണ്ടാടുന്ന മഹത്വമുള്ള മഹത്വേന്മാരുടെ വൃന്ദങ്ങളോട് കലർന്നും അനേകം കണ്ണുകളോടുകൂടിയ ക്രൂപേന്മാലാഹമാരുടെ അറിയില്ലാത്ത നിരകളോട് ചേർന്നും ആറാറ് ജനങ്ങളുള്ള ശ്രോപ്പേൻ മാലാഹമാരുടെ സംഖ്യാതീതമായ ക്രമങ്ങളോട് കലർന്നുകൂടെയവനെ നിന്റെ മക്കളായ ഇടിയങ്ങൾ നിർമ്മല കാതീസ് ഗാനങ്ങളെ തിരുമുൻപായി ആലപിച്ച് നിന്റെ മഹാപ്രാഭവത്തെ കൊണ്ടാടുന്നു. മാസാക്കിനാൻ ഒമറീന മുറിച്ച് തന്റെ പരിശുദ്ധ ശ്ലീഹന്മാർക്ക് അതിന് നൽകി അവരോട് നമ്മുടെ രക്ഷിതാവ് പ്രകാരം അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവേൻ. കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിങ്ങൾക്ക് വേണ്ടിയും അനേകങ്ങൾക്ക് വേണ്ടിയും ഖണ്ഡിക്കപ്പെടുകയും വിഭജിക്കപ്പെട്ട നിത്യജീവനായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരം ഇതാകുന്നു. രക്ഷാകരവും രഹസ്യപൂർണമായ താഴത്തെ തുടർന്ന് രഹസ്യത്തിന്റെ മാളികയിൽ നമ്മുടെ കർത്താവ് തന്റെ അപ്പോസ്തലന്മാരുടെ മധ്യേ ഉപവിഷ്ടനായിരുന്നു. സകലത്തെയും ഏതൊന്നിനാൽ അനാദിയിൽ തന്റെ പിതാവിനോട് ചേർന്നിരുന്ന് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തിയോ ആ പിതാവിന്റെ വചനമായ നിന്റെ തൃക്കരങ്ങളിൽ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും
മിതമായി കലർത്തി ഉണ്ടാക്കപ്പെട്ട കാസായം വഹിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി, പിതാവാം ദൈവമേ, നിന്നെ സ്തോത്രം ചെയ്ത ശേഷമായതിനെ വാഴ്ത്തി വിശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധ മേശയെങ്കിൽ പങ്കാളികളായിരുന്നു വിശുദ്ധ അപ്പോസ്തലന്മാർക്കതിനെ നൽകി അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്തുകൊള്ളുവേൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേക തലമുറകൾക്ക് വേണ്ടിയും കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി ചൊരിയപ്പെടുന്നതും നിത്യജീവനായി ഫലമേൽപ്പിക്കപ്പെട്ട് നൽകപ്പെടുന്നതുമായ എൻ്റെ പുതിയ നിയമരക്തം ഇതാകുന്നു. രക്ഷാകരമായ തിരുവലിയെ ഇപ്രകാരം രഹസ്യത്തിന്റെ മാളികയിൽ നമ്മുടെ കർത്താവ് തന്റെ അപ്പോസ്തലന്മാരുടെ മധ്യേ അനുഷ്ഠിച്ചു. ആ പരിശുദ്ധ കുർബാനയെ അവർക്ക് വരമേൽപ്പിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: ഞാൻ വരുവോളം എൻ്റെ മരണത്തിൻ്റെയും എൻ്റെ പുനരുത്ഥാനത്തിൻ്റെയും സ്മരണയെ നിറവേറ്റിക്കൊണ്ട് ഈ പരിശുദ്ധ കുർബാനയെ നിങ്ങൾ ഇപ്രകാരം തന്നെ അനുഷ്ഠിച്ചു കൊള്ളണം. അതാമോ ദോസേനോ നിന്റെ തിരുസ്വരക്ഷാകരമായി നിന്റെ വ്യാപാരത്തെ മുഴുവനായും ഓരോരുവരും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകേണ്ടതിനുള്ള അതിശയനീയവും പ്രാഭവമേറിയതും സംപ്രയോജനവുമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. ആയതിനെപ്പറ്റി നിരൂപിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സംഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ആകാശമേഘങ്ങളിന്മേൽ അറുതിയില്ലാത്ത എരുതിയുമായിമാരുടെ കമ്പിയോടുകൂടെ കാഹളനാഥ സമേതം നീ എഴുന്നള്ളി വരെയും ഓരോരുവരും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകേണ്ടതിന് നിനക്കായി സജ്ജമാക്കിയിരിക്കുന്ന എരുതീൻ ന്യായാസനത്തിന്മേൽ നീ ആരൂഢനാവുകയും ചെയ്യുമ്പോൾ കരുണയോടും കൃപയോടും കൂടെ അല്ലാതെ കോപത്തോടോ ക്രോധത്തോടോ നീ ഞങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കരുതേ. അറിവോടോ അറിവ് കൂടാതെയോ മനസ്സോടോ മനസ്സ് കൂടാതെയോ വിചാരത്താലോ വചനത്താലോ പ്രവർത്തിയാലോ ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളെയും കുറ്റങ്ങളെയും കാരുണ്യവാനെ നീ പരിഹരിക്കണമേ. തൃക്കയ്യാലെ മെനയപ്പെട്ട ഈ മൺകട്ടകളോട് ഞങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ഹേതുവായി ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കോപത്തോടെ കൽപ്പിക്കരുത്. ഞങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും ഹേതുവായി ഉടയവനെ നിന്റെ തിരുസന്നിധിയിൽ വലിയ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ മുമ്പിൽ നിന്ന് കോപത്തോടെ നീ മാറിപ്പോകരുത്. ഞങ്ങളുടെ അകൃത്യങ്ങളുടെയും അപരാധങ്ങളുടെയും ദുർഗന്ധ നിമിത്തം നിന്റെ കരുണയിൻ വാതിലിനെ ഞങ്ങളുടെ മുഖങ്ങളിൽ നീ അടച്ചു കളയരുത്. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന മനുഷ്യ സ്നേഹത്തോടെ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ വലത്തെ നിന്റെ അനുഭവത്തിലേക്ക് എൻ്റെ കർത്താവായ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഇവയ്ക്കെല്ലാം ഞങ്ങളെ വാങ്ങിപ്പോയവരും യോഗ്യതയുള്ളവരായി തീരണമേ. നിന്റെ സഭയെ നിന്റെ ഇടവകയെ നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും
സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പശ്ചാത്താപ ഹൃദയത്തോടെ അടിയങ്ങൾ തിരുമുൻപാകെ പ്രാർത്ഥിച്ചു പറയുന്നു. ഭേദേ ലാഭോ ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ എന്നോടു നീ ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ എന്നോടു നീ ഉത്തരമരുളി ചെയ്ത് ദയോദോ നീ അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും വാഴും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ കാരുണ്യവാനും മനുഷ്യസ്നേഹമുള്ളവനുമായ പിതാവാം ദൈവമേ, സ്വർഗസ്ഥനും സർവാധിപതിയുമായ ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്കമായ മനസ്സോടും ആത്മശരീര വെടിപ്പോടും മനോനിർമ്മലതയോടും കൊടുത്തുകൊണ്ട് നിന്റെ മക്കളാടിയങ്ങൾ നിന്റെ ഏകജാതനായ പുത്രൻ തമ്പുരാനാൽ പഠിപ്പിക്കപ്പെട്ട പ്രകാരം തന്നെ ആ കർത്തൃപ്രാർത്ഥനയെ ആലപിക്കാൻ നിന്റെ കാരണം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉടയ തമ്പുരാനെ സദാ ഇപ്പോൾ ഞങ്ങളെ ബലഹീനതയെ സഹായിക്കുന്നവൻ നീയാവുന്നു. അനുദിനം ഞങ്ങളിൽ വന്നുകൂടുന്ന പരീക്ഷകൾക്ക് ഒഴികഴി ഉണ്ടാക്കി നിങ്ങളെ വേണ്ടുകൊള്ളുന്ന ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും പരിരക്ഷകനുമായ ഉടയവൻ നീയാവുന്നു. വന്നതും വരുവാനിരിക്കുന്നതുമായ സ്ഥലവിനാശങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനുദിനം ഞങ്ങളെ കാത്തു പരിരക്ഷിക്കുന്ന ഞങ്ങളുടെ രക്ഷിതാവ് നീ തന്നെയാകുന്നു. സർവശക്തനെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ആവശ്യത്തെ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പിൽ വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, കാണപ്പെടാവതല്ലാത്ത നിന്റെ കരുണയുടെ വലത് തൃക്കരം നീട്ടി പാപത്തിന്റെ കണികളിൽ വീണു പോവാതെ ഞങ്ങളെ താങ്ങുമാറാകണമേ. വിനാശത്തിന്റെ ചുഴിയിൽ നിന്ന് നിന്റെ കരുണയും കയ്യാലെ ഞങ്ങളെ കരയറ്റണമേ. അപകടങ്ങളും അത്യാപത്തുകളും നിറഞ്ഞിരിക്കുന്ന ഈ താൽക്കാലിക ജീവിതത്തിൽ എന്റെ കർത്താവേ, നീ തന്നെ ഞങ്ങൾക്ക് ശരണവും ശൈലവുമായിരിക്കണമേ. ശാന്തവും സമാധാനപൂർണമായ ആനന്ദപ്രദമായ നിത്യരാജ്യത്തിലേക്ക് എന്റെ കർത്താവേ നിന്റെ കരുണയിൽ വലതു തൃക്കരത്താലെ ഞങ്ങൾ ആനയിക്കപ്പെടണമേ. എന്റെ നാഥ, നിന്റെ പരിശുദ്ധ ശരീര രക്തങ്ങളിൽ വെടിപ്പോടെ സംബന്ധിച്ച് നിത്യരാജ്യത്തെ അവകാശിക്കുന്നതിനാവശ്യമായ ആത്മശരീര വെടിപ്പും വിശുദ്ധിയും തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹപൂർണമായ നിന്റെ കരുണയും വലതു തൃക്കരത്താലെ ഞങ്ങളെ വാഴ്ത്തണമേ. സകലവിധമായ പൈശാചിക വ്യാപാരങ്ങളും ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമേ. ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ആദിയും അന്തവുമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും വാഴുവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൂടുക സൂക്ഷിക്കണം. കർത്താവേ തന്റെ മനോഗുണത്താൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയെന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ നിലയേറിയ കഷ്ടാനുഭവങ്ങളാൽ ആയതിനെ വീണ്ടെടുത്ത് പരിരക്ഷിച്ചു എന്ന പരിശുദ്ധനായ ഏകജാതനാം പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലത്തെയും പരിപൂർണമാക്കി തീർക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. മുറിയോ ആലോഹം റഹ്മോനോ കാരുണ്യവാനായ ദൈവം തമ്പുരാനെ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. എന്തെന്നാൽ നിന്നിലാവുന്ന ഞങ്ങൾ ശരണപ്പെടുന്നത് ഞങ്ങൾ നേരെ അശേഷം ബോധിക്കരുത്. രഹസ്യവും പരസ്യമായ ഞങ്ങളുടെ പാപങ്ങളെയും മാലിന്യങ്ങളെയും കുറവുകളെയും ഓർക്കരുത്. എന്നാലോ നിനക്ക് സഹജമായിരിക്കും പ്രകാരം കാരണയാലും മനോഗുണത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ശത്രുക്കളിൽ നിങ്ങളെ വീണ്ടുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവമാകുന്നു, ഞങ്ങളോ നിന്റെ ജനവും നിന്റെ കൈവേലയുമാകുന്നു. നിന്റെ തിരുനാമത്താലെ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയ്ക്ക് തിരുമുൻപാ ധൈര്യമോ പ്രസിദ്ധതയുള്ളതുകൊണ്ട് ഉത്തമനായുള്ളവേ ദയവ് തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മാതാവിനുള്ള അപേക്ഷ ചെല്ലുമ്പോ എല്ലാവരും ഒരേ സ്വരത്തിൽ ആ കണ്ണീരുടെ അവസാനത്തിൽ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നേരിട്ടുള്ളണം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പിതാവിന്റെ ദൃഷ്ടത്തോടെ ആകാശം ചായച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ തന്റെ നിർമ്മലമായ ഉദരത്തിൽ കൊണ്ട് ഭാഗ്യവതിയായ മാതാവേ കന്യാവമുദ്രയ്ക്ക് പങ്കമരായ സർവശക്തനായ ദൈവത്തെ വെളിപ്പോടുകൂടെ ബേത്ലഹേമോഫ്രത്തായിൽ പ്രസവിച്ച ഭാഗ്യവതിയായ മാതാവേ പരിശുദ്ധാത്മഭരിതനായ സ്കേൽ ദീർഘദർശിയത്തിന് വാഹനമായി ആരെ ദർശിച്ച് പ്രവചിച്ചുവോ ആ ജഡീകരഥമായ മാതാവേ മലമുറയിൽ വെച്ച് മൂശാ ദീർഘദർശിക്ക് എരുതി മധ്യത്തിൽ എരിയാതെന്നും ഉൾപ്പെടർപ്പ് ആളുടെ ദിവ്യ ദൃഷ്ടാന്തമായി അവന് കാണപ്പെട്ടു. ആ അത്യുന്നതനായി ഇറങ്ങി വസിച്ച് കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം വരാതെ അവനെ പ്രസവിച്ചുവെന്ന് കന്യകാരിൽ കന്യകയായ ദൈവമാതാവേ സ്വർഗത്തിലേക്ക് കയറേറ്റുന്ന കോമണിയായി ബേഥേലിൽ വെച്ച് ഗോത്രപിതാവായ യാക്കോബാരെ ദർശിച്ച് പ്രവചിച്ചു. ആ സ്വർഗീയ കോമണിയും ദൈവാലയവുമായ മാതാവേ ലോകത്തിന്റെ വെളിച്ചമായ മിശിഹായാവുന്ന മഹാസൂര്യനെ ലോകത്തിന് വെളിപ്പെടുത്തിയെന്ന അനന്ത ആകാശമായ മാതാവേ ആദാവിനെ മണ്ണുകൊണ്ട് മെനഞ്ഞവനെ തന്റെ ചെറിയ കയ്യിലെടുത്ത് താലോലിക്കുകയും സർവ്വജീവജാലങ്ങളിലും ജീവൻ സംവേശിപ്പിച്ചവന് മുലപ്പാൽ കൊടുത്ത് വളർത്തുകയും ചെയ്ത സർവശക്തന്റെ മാതാവേ മനുഷ്യകൈകൾ കൊണ്ട് വെട്ടിയെടുക്കപ്പെടാത്ത ശിലയെന്ന് ദീർഘദർശി ആരുടെ ദിവ്യ അവതാര രഹസ്യങ്ങളെ മുൻകൂട്ടി പ്രവചിച്ചുവോ ആ പുരുഷ സ്പർശമേൽക്കാതെ അത്ഭുതകരമായി ദൈവത്തെ പ്രസവിച്ച മാതാവേ കുഞ്ഞാട് അത്ഭുതകരമായി പുറപ്പെട്ട മരമായും ജീവന്റെ നീരുറവ പുറപ്പെട്ട തീക്കൽപ്പാറയായും നാണയമുള്ളിൽ കണ്ട മത്സ്യമായും അറിയപ്പെട്ട് സ്തുതിക്കപ്പെട്ട് ആദരിക്കപ്പെടുന്ന അതിശയനീയായ മാതാവേ പഴയ നിയമകാലത്തെ നശിച്ചുപോയ മന്നായിക്ക് പകരം മരണത്തെ അകറ്റിക്കളയുന്ന ജീവന്റെ മന്നായെ സൂക്ഷിച്ചു വെച്ച സ്വർണ്ണ പേടകമായ മാതാവേ മാലാഖമാരുടെ നാട്ടിൽ ക്രൂപന്മാരുടെ തോളിന്മേൽ
എരുതിയൻ സിംഹാസനത്തിന്മേൽ അശരീരികളായ സ്വർഗീയ സൈന്യനിരകളാൽ സംവഹിക്കപ്പെട്ട് ആരാധിക്കപ്പെടുന്ന ഒരുവൻ തമ്പുരാൻ താനായിരിക്കെ ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി കരുണയോടെ മനുഷ്യാവതാരത്തിന് എഴുന്നള്ളി വന്ന് പള്ളി കൊണ്ട മൺകൊട്ടാരമായ മാതാവേ, നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേത സ്ഥലവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയറാണിയും ആശ്രയവുമായ മാതാവേ, നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗരാഗ എലിശുമായുടെ ഭവനത്തിലേക്ക് സ്നേഹത്തോടെ കടന്നു ചെന്ന് അവളെയും അവളുടെ ഉദരബലത്തെയും അവൾക്കും അവിടെയുള്ള സകലത്തെയും തന്റെ ആഗമനത്താൽ അനുഗ്രഹിച്ച് ആമോദിപ്പിച്ചുവെന്ന സന്തോഷകാരണമായ മാതാവേ, നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാനാവിലെ കല്യാണ വിരുന്നിന് കരുണയോടെ എഴുന്നള്ളിച്ചെന്ന് അവരുടെ എല്ലാ ഇമ്മകളെയും കുറവുകളെയും സ്വയം കണ്ടറിഞ്ഞ് തന്റെ ദിവ്യമധ്യസ്ഥ മുഖാന്തരമായി ആ ഭവന നിവാസികളെ അനുഗ്രഹിച്ച ഔദാര്യ നിധിയായ മാതാവേ, നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗരാജ്യത്തിൽ അനന്തകോടി സ്വർഗീയ സൈനികകളാൽ സദാ ഇപ്പോഴും പ്രകീർത്തിതനായിരിക്കുന്ന ഒരുവൻ തമ്പുരാൻ താനായിരിക്കെ ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരത്തിന് എഴുന്നേൽ വന്നപ്പോൾ പാവപ്പെട്ട ആട്ടിടയന്മാരുടെ വായുകളിൽ നിന്നും കൊഞ്ഞ സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നും തനിക്ക് വേണ്ടി സ്തുതിപ്പുകളെയും ഊശാനുകളെയും ഒരുക്കിയവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവം താനായിരിക്കെ തന്റെ പാവപ്പെട്ട അമ്മയുടെ കൈകൊണ്ട് കീറ്റുശീലകളാൽ പൊതിയപ്പെട്ട ഉണ്മയായവനും സകല ചരാചരങ്ങളിലെ സൃഷ്ടാവും സർവാധിപതിയും ആയ ദൈവം താനായിരിക്കെ ഭൂപതിമാരിൽ നിന്ന് പൊന്നും മൂരും കുന്തിരക്കവും കാഴ്ചയായി സമർപ്പിക്കപ്പെട്ട് അവരാൽ കുമ്പിടപ്പെട്ടവനും സകലത്തിന്റെയും സൃഷ്ടാവും സർവാധിപതിയും സകലത്തെയും പരിപാലിക്കുന്നവനായ സർവശക്തൻ താനായിരിക്കെ തന്റെ പാവപ്പെട്ട അമ്മയുടെ മാറിടത്തിൽ ഒരു സാധാരണ ശിവനെ പോലെ അടങ്ങിക്കിടന്ന് മുലപ്പാൽ കുടിച്ച് വളർന്നുറങ്ങിയവനും സകല ജീവജാലങ്ങളും നിങ്ങൾക്കും ജീവനും ശരണവും പ്രത്യാശയുമായ ദൈവം താനായിരിക്കെ തന്റെ പാവപ്പെട്ട അമ്മ വിരിച്ചു കൊടുത്ത വൈക്കോലിന്മേൽ വെറും നിലത്ത് കിടന്ന് ഉറങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ സ്വർഗീയ മാലാഹമാരുടെ സംഖ്യാതീതമായ നിരകളാൽ അഗ്നിരഥത്തിന്മേൽ ആഘോഷിക്കുന്നവൻ താനായിരിക്കെ താഴെ പാവപ്പെട്ട മാതാവിന്റെയും നീതിമാനായ ഔസേപ്പിന്റെയും കൈകളാൽ താലോലിക്കപ്പെട്ടവനും ഇടിമിന്നലുകളിന്മേൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും മഴയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നവനായ മിശിഹാ തമ്പുരാനെ നിന്നെ താരാട്ടുപാടി ഉറക്കി അമ്മയെ ഓർത്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
സമാധാനം. ഭാഗ്യവതിയായ പരിശുദ്ധ മർത്തമറിയാമ്മയുടെ മധ്യസ്ഥതയാൽ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ബലഹീനന്മാരും പാപികളുമായ നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണം എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. വളർന്നോറില്ലേ ഉദ്ദേശിക്കോത്തു ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും എന്നേക്ക് ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനായിട്ട് വരുമാനിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്നുവെന്ന നിന്റെ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിന്റെ ദാസദാസർക്കായി പുണ്യം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ കരുണയുടെ വലത് തർക്കരം നീട്ടി കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും തിരുമുൻപാകെ മുഖപ്രസന്നതയ്ക്കും നിത്യജീവനുമായി വിലയേറിയ നിന്റെ പരിശുദ്ധ ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ മഹാപരിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടിട്ടുള്ളവരും സംബന്ധപ്പെടുന്നവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഞങ്ങളുടെ മേലും ഞങ്ങളെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചുവെന്ന നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തുവെന്ന പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി ഭവിക്കരുതേ. എന്നാലോ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും നിത്യജീവനും ഒരു മുഖാന്തരമായി തീരണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
കൊടുത്തിരിക്കുന്ന എല്ലാ നൽവരങ്ങൾക്കും വാഴ്വുകൾക്കുമായി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള നിന്റെ മനുഷ്യസ്നേഹത്തെയും കാരുണ്യാതിരേകത്തെയും ഞങ്ങൾ സ്തുതിക്കുന്നു. നിനക്കും നിന്റെ ഏകനാഥനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശ്രേഷങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണ വളർത്താനും തലവനിക്കണം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കരുണയോടെ തന്റെ പിതാവിന്റെ തിരുവിഷ്ടത്താൽ മനുഷ്യാവതാരത്തിന് എഴുന്നള്ളി വരികയും ഞങ്ങൾക്ക് വേണ്ടി യാഗമായി ഭവിക്കുകയും തന്റെ വിലയേറെ യാഗാർപ്പണത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് പരിരക്ഷിക്കുകയും ചെയ്തുവെന്ന് സർവശക്തനും കാരുണ്യവാനുമായോടെ നിന്നെ ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. കന്യമാറിയാം കന്യകമാറിയാം എൻ മാതാവേ പ്രാർത്ഥിക്കണമേ. നിൻ സുത സവിതേ ഇന്നും എന്നും രോഗം വ്യാധി വസന്തകൾ കെടുതികൾ കോപവാടിയും അതിനാൽ അമ്മേ അടിയാരിന്നും ഒഴിവാക്കണമേ. 9 മാസം തന്നോദരത്തിൽ നിന്നെ വഹിച്ച അമ്മയുടെ വിലയേറിയ പ്രാർത്ഥന കേട്ടുടയവനെ വാഴ്ത്തിയിടണമേ. ജനനിവാഹത്തെ വളരുകരത്താൽ കാത്തിടണമേ. കൃപ ചൊരിയണമേ, വാഴ്വരുളണമേ. മാതാ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിന്റെ മുന്നിൽ ഉണ്ടാക്കുന്ന വിശുദ്ധ മദ്ബഹായിൽ നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന വാഴ്വുകളോടും വഴിയാഹാരങ്ങളോടും തണ്ണീർക്കുടികളോടും കൂടെ ശുദ്ധമുള്ള ത്രിത്വത്തിന്റെ കൃപകൾക്കും വാഴ്വുകൾക്കുമായി നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുകയും ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥന്മാരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിന്റെ രക്ഷാകരമായ സ്ലീബായാൽ രക്ഷപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ ഉഷ്മായാൽ മുദ്രകൂട്ടപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും. ഇത് നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും. ഇതിനാൽ സത്യവിശ്വാസത്തോടെ തന്നെയുള്ള പ്രത്യാശയിന്മേൽ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് വാങ്ങിപ്പോയിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ആത്മാക്കളെ നിത്യതയുടെ ഭാഗ്യത്തിൽ തന്റെ വിശുദ്ധന്മാരോട് ചേർത്ത് നമ്മുടെ കർത്താവ് സമാശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കടമ പ്രാപിച്ച് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താലെ പോകുകയും എന്നേക്കും ബലഹീനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്നു.